യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ മുഖ്യപ്രതി ജെയ്സൺ മുകളയിൽ കീഴടങ്ങി. കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ജെയ്സനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രശ്മിയുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. രശ്മി, ജെയ്സനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് കീഴടങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുകയാണോ? വിശദാംശങ്ങൾ. നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഈ ആപ്പ് നിർമ്മിച്ചതിലെ, അതായത് CR കാർഡ് ആപ്പ് നിർമ്മിച്ചതിലെ മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ നിലവിൽ കീഴടങ്ങിയിരിക്കുന്ന ജെയ്സൺ മുകളയിൽ. ഈ കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ജെയ്സന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ജെയ്സന്റെ സഹായിയായിട്ടുള്ള രാകേഷ് ആനത്തിനെ പോലീസ് പിടികൂടിയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ കാസർഗോഡ് തൃക്കരിപ്പൂർ ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജെയ്സൺ മുകളയിൽ. ഇയാളാണ് ഈ ഒരു CR കാർഡ് ആപ്പിന്റെ പിന്നിൽ, അതായത് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ജെയ്സൺ മുകളയിലാണ്. ഈ കുറ്റം നേരത്തെ ഇയാൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു. വളരെ പ്രാധാന്യമുള്ള, അതീവ ഗൗരവമുള്ള കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ജെയ്സനെ ചോദ്യം ചെയ്ത് വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ പേരിലേക്കും അന്വേഷണം എത്തും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ജെയ്സൺ മുകളിൽ ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അറസ്റ്റും രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച് സംഘവും എത്തിയിട്ടുണ്ട്. വിഷ്ണു. രശ്മി, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അടക്കം ഈ കേസിൽ പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ വിഷയത്തിലേക്കും പോലീസിന്റെ അന്വേഷണം നീങ്ങുകയാണ്. ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആപ്പ് തയ്യാറാക്കിയത്? നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. താനാണ് ആപ്പ് നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് കേന്ദ്രീകരിച്ചായിരുന്നു ആപ്പിന്റെ നിർമ്മാണം. ഇതിൽ ആരൊക്കെ സഹായിച്ചിരുന്നു? രാകേഷ് എന്നുള്ള ആൾ ഇതിൽ സഹായിയായി ഉണ്ടായിരുന്നു. ഇയാൾ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആപ്പ് തയ്യാറാക്കിയത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ, കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ മുഖ്യപ്രതിയായ ജെയ്സണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ജെയ്സൺ ഹാജരായത്. ജെയ്സനെ ചോദ്യം ചെയ്തു വരികയാണ്. രശ്മിയാണ് വിശദാംശങ്ങൾ നൽകിയത്.